ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ വെടിനിർത്തൽ കരാർ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്രായേൽ ഗാസയിൽ കയറി അച്ചംപുച്ച അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. വ്യോമാക്രമണം നടത്തി ഇപ്പൊ 400-500 പേര് അവിടെ മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ റംസാൻ മാസത്തിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്തത് ഇവര് ടാർഗറ്റ് ചെയ്യുന്നത് ഹൂത്തികളെയാണ്. ഈ യമനിലെ ഹൂത്തികൾ നിരന്തരം ഈ ഇസ്രായേലിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ് ഇസ്രായേലിലേക്ക് അയച്ചത് ഈജിപ്തിൽ വന്ന് പതിച്ചു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതോടുകൂടി ഈ ഇസ്രായേൽ വ്യോമസേന അതീവ ജാഗ്രതയിലായിരുന്നു. അപ്പോ ഇതിന്റെ ഇടയിൽ ട്രംപ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അതായത് ഈ ഹൂത്തികൾക്ക് ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ്. നമുക്കറിയാം ഹൂത്തികൾക്കല്ല ഹിസ്ബുള്ളിക്കെല്ലാം ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ്. ഇറാനാണ് ഇവരെ വളർത്തുന്നത്. അപ്പൊ ഈ ഹൂത്തികൾ ഇനി ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഹൂത്തികൾക്ക് നേരെ ആയിരിക്കില്ല ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്, ഇസ്രായേൽ ഇനി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഇറാന് നേരെ ആയിരിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പൊ ഇസ്രായേലും ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇനി ഹൂത്തികളെ ഞങ്ങൾ അടിക്കില്ല, ഹൂത്തികളെ അടിക്കുന്നതിന് പകരം നിങ്ങൾ അടിച്ചാൽ മതി. കാരണം ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോക്സി ആണല്ലോ, അപ്പൊ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ആക്രമണം അവിടെ നിന്നോളുമല്ലോ എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. അപ്പൊ ഇതിനിടയിൽ ട്രംപ് റഷ്യയുമായിട്ട് ഒരു ഡീലിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ റഷ്യ ഇറാന്റെ കയ്യിൽ നിന്ന് മിസൈൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് പകരമായി ഇറാന് ഒരുപാട് ഫൈറ്റർ ജെറ്റുകൾ റഷ്യ കൊടുത്തിട്ടുണ്ട്. ആ വാർത്തയൊക്കെ നമ്മൾ കൊടുത്തതാണ് ന്യൂസ് ഇന്ത്യ മലയാളം. ഈ ഫൈറ്റർ ജെറ്റുകൾ ഇറാന് കൊടുത്തപ്പോൾ അമേരിക്കയും ഇസ്രായേലും ആശങ്കയിലായിരുന്നു. കാരണം ഈ ഫൈറ്റർ ജെറ്റുകളുടെ പ്രത്യേകതകൾ, ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്, ഇത് എങ്ങനെയാണ് ഇതിന്റെ സാങ്കേതിക വിദ്യ എന്നൊന്നും റഷ്യ പുറത്തു വിട്ടിട്ടില്ല. പിന്നെ എത്ര ജെറ്റുകൾ മേടിച്ചിട്ടുണ്ട് ഇറാൻ എന്നുള്ളതും ഈ റഷ്യ പുറത്തു വിട്ടില്ല. അത് ഇറാൻ മേടിച്ചത്. കാരണം ഇപ്പൊ യുദ്ധമൊക്കെ ഈ ആകാശമാർഗമാണല്ലോ. ഇനിയിപ്പോ കരമാർഗം എന്ന് പറഞ്ഞാൽ 1500 കിലോമീറ്റർ ആണ് ഇപ്പുറത്ത് ഇസ്രായേലിൽ കിടക്കുന്നത്. അപ്പൊ ഇസ്രായേൽ ആണെങ്കിൽ പുട്ടുപോലെ ഒരു 3-4 മണിക്കൂറിനകം അവിടെ നിന്ന് വിമാനം പറത്തിക്കൊണ്ടുവന്ന് ഇറാന്റെ സകല ബേസും എല്ലാം അടിച്ചു തകർത്തിട്ട് പോവുകയും ചെയ്തു. അപ്പോ വ്യോമമാർഗമാണ് യുദ്ധം നടക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ ഈ ഇറാന്റെ ഈ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഡിഫൻസിന്റെ സ്ട്രെങ്ത് എടുത്ത് പരിശോധിക്കുകയായിരുന്നു. അവർക്ക് ഒരുപാട് സോൾജേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്ക് ഒരുപാട് സോൾജേഴ്സും ഉണ്ട്. ഈ നാവിക ഇതുണ്ടല്ലോ, നാവിക ആ ഒരു വിഭാഗത്തിലും ഈ നേവി വിഭാഗത്തിലും അവർക്ക് തരക്കേടില്ല എന്ന് പറഞ്ഞാൽ എല്ലാം പഴകിയതാണ്. സബ്മറൈൻസ് പോലും പഴകിയതാണ്. ചിലതൊന്നും ഇല്ല, മുങ്ങിക്കപ്പലുകളൊന്നും ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ അവർക്ക് ഏറ്റവും വീക്ക് എന്ന് പറയുന്നത് അവരുടെ ഈ വ്യോമസേനയാണ്. വ്യോമസേന നമുക്ക് ഏറ്റവും വീക്കായിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ യുദ്ധം മൊത്തം വ്യോമ മാർഗമാണ് നടക്കുന്നത്. അതുകൊണ്ട് അവർ ഈ ജെറ്റുകൾ വാങ്ങിച്ച് അങ്ങനെ റഷ്യൻ ജെറ്റുകളിൽ അവരുടെ ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടത്. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റഷ്യയോട് പുതിൻ പറഞ്ഞു, ഇറാനെ അടിക്കാൻ പോവുകയാണ്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയിൽ മധ്യസ്ഥത വഹിക്കാനായിട്ട് വരരുത്, അല്ലെങ്കിൽ ഇറാനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ച ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ വേറൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേന അതീവ ജാഗ്രത പുലർത്തുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ വ്യോമസേന എന്തിനാണ് അതീവ ജാഗ്രത പുലർത്തുന്നത് എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ട്. കാരണം ഈ ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം ഏത് നിമിഷം വേണമെങ്കിലും നടത്താം, ഹൂത്തികൾ ആക്രമണം നടത്തി കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയും ജാഗ്രതയിലിരിക്കുകയാണ്. ലോകക്രമം മൊത്തത്തിൽ വീണ്ടും കുഴഞ്ഞു മറിയുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ട്രംപ് വന്നതിന് ശേഷവും സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തിനാണ് ഇന്ത്യൻ വ്യോമസേന ഇതിൽ ജാഗ്രത പുലർത്തുന്നത്? നേരത്തെ എനിക്കറിയാം, നമ്മുടെ ചബഹർ തുറമുഖം സംരക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പടക്കപ്പൽ അയച്ച ഒരു സാഹചര്യം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. പടക്കപ്പൽ അങ്ങോട്ട് അയച്ചതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ചബഹർ തുറമുഖം സംരക്ഷിക്കുക, അത് ഈ ഹൂത്തികളുടെ കയ്യിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ചബഹർ തുറമുഖത്തിൽ അഫ്ഗാനിസ്ഥാനും നമ്മൾ ഇന്റർനാഷണൽ ഫ്രീ ട്രേഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബന്ധം നമ്മൾ തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യ ഏരിയയിൽ റോന്ത് ചുറ്റിയിരുന്ന ഒരു വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സമാനമായിട്ടുള്ള എന്തിനെങ്കിലും വേണ്ടിയിട്ടാണോ ഇപ്പൊ ഇന്ത്യൻ വ്യോമസേന ജാഗ്രത പുലർത്തുന്നത്? എന്താണ് തോന്നുന്നത്? ഇന്ന് ലോകത്ത് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നിൽക്കുന്നത് ഒന്ന് ഇസ്രയേലും ഇറാനുമായിട്ടുള്ള വിഷയമാണ്. പ്രധാന വിഷയം ഇപ്പം ഇസ്രയേലും ഹമാസുമായിട്ടുള്ള പ്രശ്നം, ഇസ്രയേലും ഹിസ്ബുള്ളയുമായിട്ടുള്ള പ്രശ്നമായാലും, ഇസ്രയേലും ഹൂത്തികളുമായിട്ടുള്ള പ്രശ്നമായാലും ഒക്കെ തന്നെ അത് ആത്യന്തികമായി അതിന്റെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ്. ഇതാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ പ്രധാന പ്രശ്നം. അപ്പൊ ഇറാന് എതിരെ ഉണ്ടാകുന്ന പ്രശ്നത്തിൽ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല. അവർക്ക് ആർക്കും അതിനകത്ത് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമതൊരു വലിയ പ്രശ്നം എന്നുള്ളത് റഷ്യയുടെ പ്രശ്നങ്ങളാണ്. ഈ റഷ്യയുടെ പ്രശ്നം അതോടൊപ്പം തന്നെ ഈ ഇറാന്റെ വിഷയങ്ങളൂടെ തീർത്തു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള ട്രേഡിംഗ് നടത്താൻ കഴിയും. ഇപ്പോൾ നമ്മൾ ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും അവരുടെ രാജ്യം ഡെവലപ്പ് ചെയ്യാനുള്ള ട്രേഡിങ്ങിന്റെ ആ ഒരു റിലേഷനാണ് കൂടുതൽ കീപ്പ് ചെയ്ത് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അവർ പരമ്പരാഗതമായിട്ടുള്ള അവരുടെ ചില കാര്യങ്ങളുണ്ട്, ഈ മറ്റു രാജ്യങ്ങളെ സഹായിക്കാൻ പോകുന്ന കാര്യങ്ങളായാലും ഒക്കെ തന്നെ അതെല്ലാം ഇത് നോക്കിയും കണ്ടുമാണ് ഇപ്പൊ എല്ലാ രാജ്യങ്ങളും മുൻപോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപ് ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുടിനുമായിട്ട് ഒരു ചർച്ച നടത്തിയിരിക്കുന്നത്.
ആ യുദ്ധത്തില് പ്രധാനമായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം, ഈ ഉക്രൈനിലേക്ക് 30 ദിവസം വെടിനിർത്തൽ കരാറിൽ എത്തുന്നു എന്ന്, 30 ദിവസത്തേക്കുള്ള വെടിനിർത്തൽ കരാറാണ്. ആ 30 ദിവസത്തെ വെടിനിർത്തൽ കരാറിലേക്ക് എത്തുമ്പോൾ തന്നെ പുട്ടിനിൽ നിന്ന് ഒരു ഉറപ്പ് ട്രംപ് വാങ്ങി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഇറാൻ ഈ ഹൂത്തികളെ സഹായിക്കുകയോ ഇല്ലെങ്കിൽ ഇസ്രായേലിന് നേർക്ക് മറ്റ് പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും ശക്തമായി തന്നെ ഇറാനെ തിരിച്ചടി നൽകും. ആ സാഹചര്യത്തിൽ മധ്യസ്ഥ ശ്രമത്തിനോ ഇല്ലെങ്കിൽ ഇറാനെ സഹായിക്കുന്ന തരത്തിലേക്കോ റഷ്യ വരരുത്. അതുകൊണ്ട് തന്നെ റഷ്യ ഇപ്പോഴേ തന്നെ ഇറാനെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യമാക്കി കൊടുക്കണം. അതായത് ഈ ഒരു സംഘർഷത്തിലേക്ക് പോകരുത്, മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന പ്രശ്നത്തിലേക്ക് നിങ്ങൾ വരരുത് എന്ന് ഇറാനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നാണ് റഷ്യയുമായിട്ടുള്ള ഒരു കരാർ. അതായത് റഷ്യ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ കേൾക്കും. അതുകൊണ്ട് റഷ്യയെ കൊണ്ട് അത് പറയിച്ച് ഒരു സമാധാനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് പുടിൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ ഇസ്രയേലും അമേരിക്കയും വളരെ കാലമായിട്ട് പ്ലാൻ ചെയ്ത് വരുന്ന ഒരു കാര്യമുണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യക്കും കുറച്ചുകൂടെ ഗുണപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യക്ക് മാത്രമല്ല, പല രാജ്യങ്ങളും. കാരണം ഇറാൻ ഇപ്പോൾ ഈ അയത്തുള്ള ഖൊമേനിയുടെ ഒരു അണ്ടറിൽ പോകുന്ന രാജ്യമാണ്. അതായത് ഈ അറബ് വിപ്ലവത്തിനൊക്കെ ശേഷം അവിടെ നടന്ന ഒരു വലിയ നീക്കം തന്നെയാണ്. അപ്പൊ അയത്തുള്ള ഖൊമേനിയിൽ നിന്ന് ആ ഇറാൻ സ്വതന്ത്രമായി കഴിഞ്ഞാൽ ഇറാന് പഴയതുപോലെ ഇസ്രായേലുമായി നല്ല ബന്ധത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയും, യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയും. അതിനുള്ള നീക്കങ്ങൾ വളരെ കാലമായിട്ട് ഇസ്രായേൽ അണിയറയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അയത്തുള്ള ഖൊമേനിയെ തട്ടിയതിനു ശേഷം അവിടെ ഇപ്പോഴുള്ള ഭരണം മുമ്പോട്ട് പോകട്ടെ. കാരണം ഈ ഖമേനിമാരിൽ നിന്ന് ഇറാനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇറാനെ മുക്തമാക്കുക എന്നുള്ളൊരു വലിയ പ്ലാൻ ഇതിന്റെ പിന്നിലുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇനി ഒരു അറ്റാക്ക് ഇസ്രായേലിന് നേർക്ക് ഉണ്ടായാൽ അത് ഒരുപക്ഷെ അയത്തുള്ള ഖമേനിയെ ലക്ഷ്യം വെച്ച് തന്നെയാകും. യാതൊരു ഡൗട്ടും ഉള്ള കാര്യമല്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഖമേനിക്ക് എതിരെ ഒരു വലിയ വികാരം ഇറാനിൽ അലയടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിജാബിന്റെ ഒക്കെ വിഷയത്തിൽ അവിടുത്തെ പെൺകുട്ടികൾ തെരുവിലിറങ്ങിയതും എത്രയോ പേര് ആ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അവിടെ ഈ വഴിനീളെയൊക്കെ CCTV സ്ഥാപിച്ചുകൊണ്ട് ഹിജാബ് ഇടാത്ത പെൺകുട്ടികളെ പിടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളുമായി ഇതിനൊക്കെ എതിരെ വലിയ എതിർപ്പുണ്ട്. അവിടുത്തെ ജനം തന്നെ പറയുന്നുണ്ട് ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ നമുക്ക് എങ്ങും എത്താൻ കഴിയില്ല. കാരണം മറ്റു രാജ്യങ്ങൾ, കാരണം അവർ കുറച്ചുകൂടി പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിടെ സംസ്കാരവുമായിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അവർക്ക് ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഈ പരമ്പരാഗത രീതിയിൽ പോയാൽ ഒന്നും നടക്കില്ല എന്ന് അവർക്ക് അറിയാം. അപ്പൊ ഈ ഖമേനിയുടെ ഒരു കടുംപിടുത്തത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്തണം എന്നവർക്ക് വലിയ ആഗ്രഹമുള്ള ഒരു വലിയ വിഭാഗം അവിടെ തന്നെയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില വിഭാഗങ്ങൾ ഉണ്ടായിട്ടായിരിക്കുമല്ലോ മൊസാദിന് വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ സൈനിക ക്വാർട്ടേഴ്സിനകത്ത് കയറിയിട്ട് നമ്മുടെ ഹനിയെ വധിക്കാൻ കഴിഞ്ഞത്. ഇല്ല എങ്കിൽ അത്രയും സെക്യൂരിറ്റി ഉള്ളിടത്ത് കയറി വധിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഇടയിൽ തന്നെ ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു വിഷയം അവിടെ നിൽക്കുന്നു. ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഖമേനി പോയി കഴിഞ്ഞാൽ കുറെ യാഥാസ്ഥിതിക ചിന്താഗതികൾ മാറുകയും ഇറാനും മറ്റു രാജ്യങ്ങളുമായി എളുപ്പത്തിൽ ഇടപെടാൻ കഴിയുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ ഹമാസിനെതിരെ ഗസയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ഒരു പെർമനന്റ് വെടിനിർത്തലായിരുന്നില്ല. ഇതേപോലെ നമ്മൾ രണ്ടും കൂടി ഇരുന്ന് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അന്ന് നമ്മൾ പറഞ്ഞത് ഇതിന്റെ ആയുസ് 2 ആഴ്ചയാണോ അതോ 2 മാസമാണോ അത് കാത്തിരുന്ന് കാണാമെന്ന്. കാരണം 3 ഘട്ടങ്ങളായിട്ടാണ് അവിടുത്തെ വെടിനിർത്തൽ പ്ലാൻ ചെയ്തിരുന്നത്. 1-ാം ഘട്ടത്തിൽ വെടിനിർത്തുക, 2-ാം ഘട്ടം ആകുമ്പോഴേക്കും അടുത്ത സെക്ഷൻ തുറക്കുക എന്നുള്ളതാണ്. പക്ഷെ ഹമാസ് പറയുന്നത് താങ്കൾ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പകരം പിന്നെ ഇസ്രായേൽ അടുത്ത ഘട്ടത്തിൽ ഗസയിൽ നിന്ന് പിന്മാറി പെർമനന്റ് വെടിനിർത്തൽ കരാറിലേക്ക് എത്തുക. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പക്കലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ട് നൽകാമെന്നാണ്. പക്ഷെ ഇവിടെ 10 ബന്ദികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും കയറിയിട്ട് ഗസ അറ്റാക്ക് ചെയ്യുന്നത്. ഗസയിലെ പ്രശ്നങ്ങൾ തീർത്ത് അതുവഴി ഒരു റൂട്ട് ചെയ്യാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു നീക്കം നടക്കുന്നത്. ഇവിടെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് എല്ലാ വഴിക്കും കൂടെ ഒരു അക്രമം നടത്തി മുൻപോട്ട് പോവുക അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം ഏത് രാജ്യത്തിനായാലും 1-2 യുദ്ധമുഖങ്ങളെ അഭിമുഖീകരിക്കാനേ കഴിയും. എല്ലായിടത്തും യുദ്ധമുഖങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ കഴിയും. അവിടെയാണ് ഒരു ഭാഗത്ത് തലോടലും മറുഭാഗത്ത് തല്ലും എന്നൊരു നയത്തിലൂടെയാണ് ട്രംപ് പോകുന്നത്. അതിന് അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ട് ആവശ്യമാണ്. പ്രത്യേകിച്ച് റഷ്യ പോലൊരു രാജ്യത്തിന്റെ സപ്പോർട്ട് വളരെ നിർണായകമായ ഒരു ഘടകം തന്നെയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ റോള്. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ സജ്ജമായതിന്റെ പിന്നിൽ പറയുന്ന കാരണങ്ങളിൽ ഒന്ന്, ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് നീങ്ങുകയും 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്താൽ വലിയ രീതിയിൽ തന്നെ നമുക്ക് ആളുകളെ ഒഴിപ്പിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ പല രാജ്യങ്ങളിൽ നിന്നും ഒഴിപ്പിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടതായിട്ട് വരും. ഒപ്പം തന്നെ ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടതായിട്ട് വരും. ഇറാനിൽ നമ്മുടെ കോൺട്രാക്ട് വർക്കുകൾ നടക്കുന്നുണ്ട്, അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടതായിട്ട് വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ഒരുപാട് എക്യുപ്മെന്റ്, തുറമുഖം മാത്രമല്ല നമ്മളുടെ റഡാർ സംവിധാനങ്ങൾ അടക്കമുള്ള എക്യുപ്മെന്റുകൾ ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവയ്ക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഒരു അണ്ടറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ചബാർ തുറമുഖം നമ്മളെപ്പോലെ തന്നെ അഫ്ഗാനും ഇറാനും ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെയൊക്കെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള കടമകൾ വരും. ഇവിടെയാണ് നമ്മുടെ സേന അല്ലെങ്കിൽ നമ്മുടെ വായുസേന സജ്ജമാകുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. അതായിരിക്കണം പുറത്തു വരുന്നത്. കാരണം ഈ യുദ്ധത്തിൽ നേരിട്ടോ അല്ലാതെ പങ്കെടുക്കേണ്ട യാതൊരു ആവശ്യവും ഇന്ത്യക്കില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഇറാനുമായും നല്ല ബന്ധമാണ്,
റഷ്യയുമായി നല്ല ബന്ധമാണ്, ഇസ്രായേലുമായി നല്ല ബന്ധമാണ്, അമേരിക്കയുമായി നല്ല ബന്ധമാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആരും ശത്രുപക്ഷത്തിൽ നിൽക്കുന്നവരാരും തന്നെ ഇല്ല. പക്ഷെ നമുക്ക് നമ്മുടേതായ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ഇറാനിലെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ചില കോൺട്രാക്ടുകൾ നമുക്ക് കിട്ടി, നമ്മൾ അവിടെ ഒന്ന് ഇതാക്കി വരുന്ന സമയം കൂടിയാണ്. അപ്പൊ ഒരുപക്ഷെ ഇന്ത്യൻ വ്യോമസേന തയ്യാറെടുത്ത് ഇതുകൊണ്ടായിരിക്കാം. കാരണം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ, അതൊരു വലിയ സ്കെയിലിലേക്ക് ഒരു വാറായി മാറുകയാണെങ്കിൽ, ലാർജ് സ്കെയിൽ വാറായി മാറുകയാണെങ്കിൽ, മിഡിൽ ഈസ്റ്റിലാണ് നമ്മുടെ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അവരെ എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തിക്കാനുള്ള, നമുക്കറിയാം ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലൊരു കാഷ്വാലിറ്റി നേരിട്ടവരാണ്. ഇറാൻ യുദ്ധ സമയത്ത് നമ്മൾ കണ്ടതാണിത്. അമേരിക്കൻ വാറൊക്കെ വന്ന സമയത്ത്, ഗൾഫ് യുദ്ധം നടന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ ഇന്ത്യക്കാരൊക്കെ അവിടെ പെട്ടുപോയ അവസ്ഥ ഉണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കുവൈറ്റ് അങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരൊക്കെ ശരിക്കും ഒരുപാട് അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ, അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ലോകക്രമം മാറുന്നുണ്ട്. ഒരു ഭാഗത്ത് ട്രംപ് ഈ നീക്കം നടത്തുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇന്ത്യയും ചൈനയും കൂടെ കൂടുതൽ അടുക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ എല്ലാം ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. എല്ലാ രാജ്യത്തിനും പരസ്പരം അറിയാം ഇവര് നമ്മളെ ചതിക്കുമെന്നുള്ള കാര്യം. ചതിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ താൽക്കാലിക ഉടമ്പടികളാണ് എല്ലാവരും വെക്കുന്നത്. ഇന്ത്യക്ക് നന്നായി അറിയാം ചൈന ഒരിക്കലും കൂടെ നിൽക്കില്ല എന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ചൈനയ്ക്ക് ഇന്ത്യ കൂട്ടി മുമ്പോട്ട് പോകാനേ പറ്റൂ. കാരണം ഈ ട്രംപ് അവരുടെ താരിഫ് വളരെ വലിയ രീതിയിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ ബാധിക്കില്ല. നമ്മുടെ ഈ സ്റ്റീലും മറ്റുമാണ് കൂടുതലായി കയറ്റുമതി ചെയ്യുന്നത്. അതൊന്നും വലിയൊരു കയറ്റുമതി ആയിട്ടില്ല. 2.8 ബില്യൺ ഡോളറിന്റെ എങ്ങാണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ട്രംപ് ഇപ്പൊ എത്ര താരിഫ് ചുമത്തിയാലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. കാരണം അതും അമേരിക്കയെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. കാരണം നമ്മൾ അങ്ങനെ വലിയ കയറ്റുമതി ഒന്നും അമേരിക്കയിലേക്ക് നടത്തുന്ന രാജ്യമല്ല. പക്ഷെ നേരെ മറിച്ച് ചൈനയെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകും. കാരണം അമേരിക്കൻസിൽ 44% പേരും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരും വാങ്ങുന്നവരുമാണ്. അപ്പം ചൈനയുടെ ട്രേഡിങ്ങിന്റെ ഒരു വലിയ പങ്കും കയറിപ്പോകുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പൊ ചൈനയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്, ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചടിയല്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചത് തിരിച്ചടി ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇപ്പൊ ബിസിനസ് കുറഞ്ഞാലും മറ്റു രാജ്യങ്ങളിൽ ബിസിനസ് പിടിക്കാനാണ്. ഇപ്പൊ ഈ അടുത്ത് എസ് ജയശങ്കർ UK അടക്കമുള്ള യൂറോപ്യൻ കൺട്രീസിൽ ഒരു പര്യടനം നടത്തിയിരുന്നു. നമ്മുടെ ഈ ഖാലിസ്ഥാൻകാരൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നല്ലോ. അത് അദ്ദേഹം പോയത് ഈ ട്രേഡിംഗ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. യൂറോപ്യൻ കൺട്രീസ്, അദ്ദേഹം നെതർലാൻഡ്, ന്യൂസിലൻഡ്, അങ്ങനെ കുറെ, മിക്കവാറും കാനഡ, ഫ്രാൻസ്, അങ്ങനെ കുറെ യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ ജയശങ്കർ ഈ അടുത്ത് ഒരു പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതെന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ നഷ്ടം സംഭവിക്കുന്നത്, അതായത് വലിയ കയറ്റുമതി നമ്മൾ അമേരിക്കയിലേക്കല്ല, കുറച്ചത് മാത്രമേ ഉള്ളൂ. അത് ബാക്കിയുള്ളിടത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവരുമായിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോവുക എന്നുള്ളത്. പക്ഷെ ചൈനയെ സംബന്ധിച്ച് അതല്ല. അവർ വലിയ അളവിൽ അവിടെ ഉൽപ്പന്നം കയറ്റി അയച്ചിരുന്നതാണ്. അവിടെ ഈ താരിഫ് വർദ്ധിപ്പിക്കുന്നത് മൂലം ഇവരുടെ ചരക്ക് അവിടെ വിറ്റഴിക്കപ്പെടാതെ പോകും. ആ ചരക്ക് പിന്നെ മേടിക്കാൻ കപ്പാസിറ്റി ഉള്ള വേറെ രാജ്യങ്ങൾ ഒന്ന് ഇന്ത്യയാണ്. വലിയ വിപണി ഇന്ത്യയാണ്, പർച്ചേസിംഗ് കപ്പാസിറ്റി ഇന്ത്യയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യയുമായി ഒന്നിച്ച് പോവുക എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ ആവശ്യം ചൈനയ്ക്കാണ്. ഈ അവസരം ഇന്ത്യ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ POK ഒക്കെ കുറിച്ച്, പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചൊക്കെ വളരെ പരസ്യമായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പാകിസ്ഥാൻ ഇന്നലെ നമ്മുടെ ജസ്വാൾ ഒരു മുന്നറിയിപ്പൊക്കെ കൊടുത്തു, നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന അനധികൃതമായിട്ടാണ്, അതിന് വിട്ട് തരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ല, ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാല് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലെക്സ് ഫ്രെഡ്മാനുമായിട്ടുള്ള പോഡ്കാസ്റ്റ് വന്ന ശേഷം ചൈന പരസ്യമായിട്ട് അതിനെ പുകഴ്ത്തിയിട്ടുണ്ട്. അത് ഗംഭീരം എന്ന് പറഞ്ഞിട്ടുണ്ട് ചൈന. അത് ഗംഭീരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യ നന്നായിട്ട് അത് മുതലെടുക്കുന്നുണ്ട് ഈ ചൈനയുടെ ഈ അടുപ്പം. ചൈനയ്ക്ക് ലക്ഷ്യം മറ്റേ ഈ അവരുടെ ട്രേഡിങ്സ് ആണെങ്കിൽ ഇന്ത്യ അത് നമ്മുടെ അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു വലിയ വഴിയായിട്ട് അത് തിരഞ്ഞെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ ആയിട്ടുള്ള ഇഷ്യൂസുകളായാലും, ഒപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീരായിട്ടുള്ള ഇഷ്യൂസ് ആയാലും ഒക്കെ വലിയ ബന്ധം അതിൽ ചെലുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടി ആയിരിക്കണം ഒരുപക്ഷെ ചൈന ഇപ്പോൾ പാകിസ്ഥാനിൽ നിക്ഷേപം നിർത്തിവെച്ചിരിക്കുക. കാരണം ബലൂചിസ്ഥാൻ പോകും എന്ന് ഏതാണ്ട് അവർക്ക് തന്നെ ഉറപ്പായി കഴിഞ്ഞു. ഇന്ത്യ അത് പരസ്യമായിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ബലൂചിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടില്ല എന്നുള്ളത്. അപ്പൊ ഇന്ത്യയും അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പരസ്പരം ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് ഇപ്പോൾ പോകുന്നത്. കാരണം നമുക്ക് ഈ രാജ്യങ്ങളെല്ലാം അറിയാം. റഷ്യക്ക് നന്നായി അറിയാം അമേരിക്ക എല്ലാ കാലം വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്ന സുഹൃത്തല്ല എന്നറിയാം. പിന്നെ അമേരിക്കയ്ക്ക് നന്നായി അറിയാം റഷ്യ എല്ലാ കാലവും വിശ്വസിച്ച് മുമ്പോട്ട് പോകാം. അപ്പൊ പക്ഷെ തൽക്കാലം എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നേ പറ്റൂ, ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് കുഴിയിൽ പോകും. ഇതാണ് അവസ്ഥ. റഷ്യയെ സംബന്ധിച്ചാണെങ്കിൽ ഈ യുദ്ധം എങ്ങനെയും നിർത്തിയേ പറ്റൂ. കാരണം അവർക്ക് ഒരു വക ഇപ്പോൾ ഈ നിരോധനം മൂലം പുറത്തോട്ട് കച്ചവടം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചൈനയെ സംബന്ധിച്ച് ഈ താരിഫ് യുദ്ധമൊക്കെ വരുന്ന തലവേദനയാണ്. ട്രംപ് എപ്പോഴൊക്കെ ആയാലും ചൈനയ്ക്ക് ഒരു തലവേദനയായി മാറും. അപ്പൊ ഇന്ത്യയുമായി കൂടുതൽ അടുക്കണം. ഇന്ത്യ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എവിടുന്നൊക്കെ കുറച്ച് എണ്ണ കിട്ടാമോ, എന്ത് പിണ്ണാക്ക് കിട്ടുന്നുണ്ട്, അതെല്ലാം നമ്മൾ പോയി മേടിക്കുന്നുണ്ട്, നിരോധനം നോക്കാതെ. ആ കൂട്ടത്തിൽ തന്നെ നൈസായിട്ട് നമ്മൾ പാക് അധിനിവേശ കാശ്മീരും ബംഗ്ലാദേശിന്റെ അതിർത്തി ഉൾപ്പെടെയുള്ള ഇഷ്യൂസുകളും ചൈനയെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഭംഗിയായി അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ ബംഗ്ലാദേശ് ഇവന്മാരെല്ലാം കൂടെ തലകുത്തി മറിയുമ്പോഴും
കേന്ദ്ര സർക്കാർ വളരെ ലാഘവത്തോടെ അത് കാണുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ചൈന അതിൽ കയറി ഇടപെടില്ല ഉം. എന്നുള്ളതും ചൈന സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതും. ആദിവാസി കാശ്മീർ നമ്മളിലേക്ക് നാളെ എത്തപ്പെടുകയാണെങ്കിൽ പോലും ചൈന അതിൽ ചെറുവിരൽ അനക്കാനുള്ള സാധ്യതകളില്ല. കാരണം ചൈനയെ സംബന്ധിച്ച് അവർക്ക് മുമ്പോട്ട് പോവുക എന്നുള്ളത് ഇന്ത്യൻ വിപണി തന്നെയാണ്. ഉം. അല്ലാതെ തകർന്ന തരിപ്പണമായ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ കൊണ്ട് ചരക്കിറക്കി കൊടുത്തിട്ട് കിട്ടാക്കടത്തിന് വേണ്ടിയിട്ട് അവർ പോയില്ല. അവർക്ക് ഇപ്പോൾ തന്നെ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ അതെ. നിന്ന് പൈസ കിട്ടാനുണ്ട്. ഒരു ബെനിഫിറ്റും ഇല്ലാത്തടത്ത് അവരിനി പണം മുടക്കില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ലോകത്തിന്റെ ക്രമം മാറുകയാണ്. അതായത് മുൻകാലങ്ങളിൽ ഈ ശീതയുദ്ധ കാലത്ത് ഉണ്ടായിരുന്നത് പോലെ റഷ്യ അമേരിക്ക എന്ന് പറഞ്ഞ രണ്ടുപേര് അവരുടെ കീഴിൽ കുറെ രാജ്യങ്ങൾ എന്നുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങുന്നുണ്ട്. ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം വെച്ചാൽ ബ്രിക്സ് ഉം. രാജ്യങ്ങളെല്ലാം കട്ടക്ക് നിന്ന് മുൻപോട്ട് കയറുന്നുണ്ട്. അതായത് നാറ്റോയ്ക്ക് ബദലായ ബ്രിക്സ് വരും. ഈ ബ്രിക്സ് വലിയ ശക്തിയാകുമെന്ന് പണ്ടേ നിരീക്ഷകന്മാരെല്ലാം പറയുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിലേക്കാണ് പോക്കെന്ന് പറയേണ്ടി വരും. കാരണം ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പുട്ടിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. പുട്ടിൻ അതിൽ എടുത്തു പറഞ്ഞ കുറെ കാര്യമുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻകൈ എടുത്ത അതിനുവേണ്ടി നിലകൊണ്ട ആളാണ് നരേന്ദ്രമോദി. പേരെടുത്തു പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഒപ്പം തന്നെ അദ്ദേഹം അതെ. പറഞ്ഞത് ബ്രസീലിന്റെയും ദക്ഷിണാഫ്രിക്കയുടെയും, ഈ ബ്രസീലും ദക്ഷിണാഫ്രിക്കയൊക്കെ ബ്രിക്സിലുള്ളതാണ്, ബ്രസീലിന്റെയും ദക്ഷിണാഫ്രിക്കയുടെയും ചൈനയുടെ പ്രസിഡന്റിന്റെ പേരും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരും മാത്രമാണ് അദ്ദേഹം അതിൽ പരാമർശിച്ചത്. ബാക്കിയുള്ള രാജ്യങ്ങളുടെ പേരാണ് ഉം. പറഞ്ഞത്. അപ്പൊ ബ്രിക്സിനെ അദ്ദേഹം ഏതൊക്കെ പ്രസ്താവനയിൽ പുടിൻ സംസാരിക്കുന്നുണ്ടോ അവിടെ എല്ലാം ബ്രിക്സിനെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതായത് ഈ യുദ്ധത്തിന് ഇപ്പൊ താൽക്കാലിക വെടിനിർത്തലാണെങ്കിൽ പോലും അതിന്റെ ക്രെഡിറ്റ് ഫുള്ള് ട്രംപിന് കൊടുക്കാൻ പുടിൻ തയ്യാറല്ല. പുടിൻ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം നെതർലൻഡിന്റെ പിന്നെ ആഭ്യന്തരമന്ത്രിയാണോ പ്രതിരോധ മന്ത്രിയാണോ ഇന്ത്യയിൽ എത്തിയിരുന്നു. നെതർലൻഡ് അല്ല, അപ്പൊ ന്യൂസിലാൻഡ്. ന്യൂസിലൻഡിന്റെ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഉം. ഇതൊരു ആണവ യുദ്ധത്തിലേക്ക് പോകാതിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണക്കാരൻ നരേന്ദ്രമോദിയാണ്, അദ്ദേഹമാണ് ഈ വിദേശകാര്യമന്ത്രി. വിദേശകാര്യമന്ത്രി പറഞ്ഞത്. അപ്പം എല്ലാവർക്കും അറിയാം ഇതിന് എന്താണെന്നുള്ളത്. അപ്പൊ ബ്രിക്സിനെ കൈവിടാതെ തന്നെയാണ് പുടിൻ ഇതിനകത്തെല്ലാം കാരണം ബ്രിക്സിനെ വിടില്ല, ബ്രിക്സ് ആണ് എന്റെ കൂടെ നിന്നതെന്നുള്ള ഉത്തമ ബോധ്യം ശ്രീ പുടിനുണ്ട്. കാരണം റഷ്യക്ക് വലിയ രീതിയിൽ ഉപരോധം വന്നപ്പോൾ ഇന്ത്യയും ചൈനയും മാത്രമാണ് അവരിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് അവിടെ സാമ്പത്തിക പ്രതിസന്ധി നിന്ന് കരകയറ്റാൻ സഹായിച്ചത്. രഹസ്യമായിട്ടാണെങ്കിലും ഇന്ത്യ അവർക്ക് ഇലക്ട്രോണിക്സ് ചിപ്പ് റഷ്യക്ക് നൽകുകയുണ്ടായി. കാരണം ഒരു ഉം. യുദ്ധത്തിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ടെക്നോളജിയും മറ്റ് ഈ സ്പേസിന്റെ കാര്യങ്ങളും എല്ലാം അവർക്ക് പരസ്യമായി നൽകിയത് ചൈനയുമാണ്. ഇതൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മൾ അറിയുന്ന മറ്റൊരു വമ്പൻ വാർത്ത എന്ന് പറയുന്നത് റഷ്യ അവരുടെ പ്രധാനപ്പെട്ട യുദ്ധവിമാനമായ Su-57 നിർമ്മാണം ഇന്ത്യയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതിന് പ്രധാന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ടെക്നോളജിയിൽ മുന്നേറുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ മാത്രമേ ഇപ്പോൾ പൈസയുള്ളൂ. കാരണം റഷ്യയുടെ പുതിയ ഉം. പരീക്ഷണമൊക്കെ നടത്തി ഇനിയിപ്പോൾ മുമ്പോട്ട് പോകാൻ പൈസയില്ല. മൂന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ റഷ്യ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾ ഈ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് കൈമാറി കഴിഞ്ഞാൽ ഇന്ത്യയും ഞങ്ങളുമായിട്ട് അവിടെ ഈ സാധനം ഉണ്ടാക്കുകയും ഉം. ചെയ്യാം. ഒരു 60-40 എന്നുള്ള നിലയിൽ അത് വിറ്റാൽ പോലും 40% കിട്ടിയാൽ ലാഭമാണ് റഷ്യയെ സംബന്ധിച്ച്. കാരണം അവർക്ക് ഉം. അതിനകത്ത് മുതൽ മുടക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ഉം. പ്രധാനപ്പെട്ട വെപ്പൺസ് ഇന്ത്യ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ റഷ്യ ആലോചിക്കുകയാണ്. കാരണം റഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ആയുധ നിർമ്മാണം നിർത്തിവെക്കാൻ കഴിയില്ല. കാരണം അവർ ഒരു ആയുധ ഉം. കച്ചവടക്കാർ കൂടിയാണ്. അപ്പോൾ ഇന്ത്യയിൽ അത് കുറഞ്ഞ ചെലവിൽ നടക്കാൻ ഇന്ത്യക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള സാമ്പത്തികമുണ്ട്, പണിക്കാരുണ്ട്, സ്ഥല സൗകര്യമുണ്ട്. ഉം. ടെക്നോളജിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ റഷ്യ നൽകും. അതിനുള്ള വേണ്ട സാങ്കേതിക ഉം. സഹായങ്ങളും അവിടുത്തെ എഞ്ചിനീയേഴ്സ് ഒക്കെ വരും. അങ്ങനെ ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഈ സഹകരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഉം. ഒരു ചേരി ശക്തമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ആരും ആരെയും നമ്പുന്നില്ല, നമ്മുടെ കൂടെ നിന്നവരൊക്കെ ഉം. നമ്മുടെ കൂടെ എന്നും കാണും എന്ന് തന്നെ ഒരു നിലപാടിലാണ് എല്ലാവരും പോകുന്നത്. ഇവിടെ ഇന്ത്യയുടെ ഓക്കെ. സ്റ്റാൻഡ് എല്ലാ കാലത്തും നട്ടലോട് നിവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ സ്റ്റാൻഡിന് പിന്മാറാൻ ഒരു തരത്തിലും ഇന്ത്യ തയ്യാറുമല്ല. ഇനിയിപ്പോ നാളെ ഇസ്രയേലും നേരിട്ട് ഫൈറ്റ് നടന്നാൽ അഭിപ്രായം പറയാൻ സാധ്യതകളൊന്നും തന്നെ ഇല്ല. ഇന്ത്യ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല എന്ന് അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു. ഇപ്പോഴ് എല്ലാവരും അത് സമ്മതിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല. കാരണം ഈ 2025 അവസാനത്തോടു കൂടി 2026, 27 വരുമ്പോൾ നമ്മുടെ ഈ ലോകം തന്നെ കടുത്ത ഒരു ഭക്ഷ്യക്ഷാമത്തിലേക്കാണ് പോകുന്നത്. ഭക്ഷണം കിട്ടാതെ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് ജനം പോകുന്നു. പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതായത് കടുത്ത വേനലിൽ വിളകൾ നശിച്ചു പോകും, കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് ഉം. വരും. അപ്പൊ ലോകം വലിയൊരു ദാരിദ്ര്യത്തിന്റെ ഭീഷണി നിലനിൽക്കുന്നു. നമുക്കറിയാം ഒരു കോവിഡ് വന്നപ്പോൾ നമ്മുടെ ലോകം എത്ര പിന്നാക്കം പോയെന്ന്. അതുപോലെ ഒരു പിന്നാക്കത്തിലേക്ക് പോകാൻ കാത്തിരിക്കുമ്പോൾ അതിനിടയിൽ യുദ്ധം കൂടി ഉണ്ടായാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് നരേന്ദ്രമോദിയുടെ സ്റ്റാൻഡ് ക്ലിയർ ആണ് എന്ന് ഒടുവിൽ വീണ്ടും
നമ്മുടെ ശശി തരൂർ കൂടി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതുകൂടെ നമ്മൾ പറയാതെ പോകരുതല്ലോ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ഉം. ശശി തരൂർ പറയുന്നു, എനിക്ക് അതെ. തെറ്റുപറ്റി, നരേന്ദ്രമോദി നല്ലൊരു നയതന്ത്ര പ്രതിനിധിയായിരുന്നു, ലോകം തന്നെ ഇപ്പോൾ പറയാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ആയിരുന്നു ക്ലിയർ ഉക്രൈൻ ഉം. റഷ്യ വാർ എന്ന് പറയാൻ. അതായത് പ്രതിപക്ഷ പാർട്ടികൾ പോലും ഇന്ത്യയിൽ നരേന്ദ്രമോദി അംഗീകരിക്കുന്ന തരത്തിലേക്ക് നയതന്ത്ര ബന്ധം മാറി. അത് ഏതായാലും ലോകത്തിന്റെ ക്രമം മാറുന്നു. നമ്മളെ സംബന്ധിച്ചും നേട്ടമാണ്, അമേരിക്കയെ സംബന്ധിച്ചും നേട്ടമാണ്. റഷ്യ ഇതിനകത്ത് ആര് ജയിച്ചു എന്ന് വെച്ചാൽ ആരും ജയിച്ചില്ല. ആര് തോറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചുപോയവരും അവരുടെ ബന്ധുക്കളും മാത്രമേ തോറ്റുപോയവരുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഉം. ഈ യുദ്ധമാകുമ്പോൾ നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അവര് അതെ. മാത്രമേ തോറ്റുള്ളൂ. ആരും ജയിച്ചില്ല, ഓക്കെ. ആരും തോറ്റതുമില്ല. അതാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ. അത്രയേ ഉള്ളൂ. താങ്ക് യു ബിജേട്ടാ. താങ്ക് യു സോ മച്ച്.